പേപ്പർ കൊണ്ട് റോസ് ഫ്ലവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ സർക്കിൾ ഷേപ്പ് വെട്ടുക. നമ്മളെ കയ്യിലുള്ള കളർ പേപ്പർ എടുത്ത് സർക്കിൾ ഷേപ്പ് വെട്ടിയതിന് ശേഷം സിസേഴ്സ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെൻസിലോ പെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈർക്കിൽ റീഫില്ല് ഇങ്ങനെയുള്ള സ്റ്റിക്ക് പോലുള്ളത് വെച്ച് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് റോള് ചെയ്തെടുക്കണം. അത് നമ്മൾ വെട്ടിയ അതേ ആകൃതി റോൾ ചെയ്ത് അത് ഷേപ്പ് വരുത്തി കൊടുക്കുകയും വേണം. റോള് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരു നല്ലൊരു റോസ് ഫ്ലവറാവും. റോസ് ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ കുറച്ച് ഗ്ലൂ അതിൽ തേച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് പിടിച്ചാൽ നല്ലൊരു റോസ് ഫ്ലവർ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് പൂമ്പൊടിക്ക് പകരം ചെറിയ മാലയുടെ അതിന് മുത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഈ പേപ്പർ തന്നെ കട്ട് ചെയ്ത് പൂമ്പൊടി പോലെ ആക്കി നമുക്ക് സെൻറ്ററിൽ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എണ്ണം വേണോ അത്രയും റൗണ്ട് ഷേപ്പുകൾ, അത് പല കളർ എടുക്കാം, അല്ലെങ്കിൽ ഒരു കളർ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ആ കളർ എടുത്ത് കളർ ചാർട്ട് പേപ്പർ എടുത്തും കൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് റോസ് ഫ്ലവേഴ്സ് ആദ്യം ചെയ്തിടുക. ഇത് ഞാൻ കുറച്ച് റോസ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം എടുക്കാൻ നമ്മൾ സ്ക്വയർ ഷേപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പോ നമ്മളെ കയ്യിലുള്ള പേപ്പർ എടുക്കുക. ഗ്രീൻ കളറുള്ളവർ ഗ്രീൻ കളർ എടുക്കുക. എടുത്തതിന് ശേഷം ഈ പേപ്പർ ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പർ റോൾ പഠിച്ചിട്ടില്ലേ, അതേ സെയിം തന്നെ റോൾ ചെയ്തെടുക്കുക. റോൾ എടുത്തതിന് ശേഷം സ്റ്റിക്ക് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം സ്റ്റിക്കിൻ്റെ സൈഡ് തുമ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പൂക്കൾ അതിൽ ഒട്ടിച്ച് വയ്ക്കുക. കണ്ടോ, നല്ല രീതിയിലൊരു ബണ്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ലീഫിന് വേണ്ടി ഗ്രീൻ കളർ തന്നെ നമ്മൾ സ്റ്റമ്പിന് ഉപയോഗിച്ച പേപ്പർ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. വീട്ടിലുള്ള ഫ്ലവർ നമുക്ക്